ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞങ്ങൾ ചെന്നൈ മ്യൂസിയം പോയപ്പം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്പോ മീൻസ് അത് മ്യൂസിയത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കേട്ടോ. അപ്പം ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒഴിവ് ദിവസം ആയതുകൊണ്ട് വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, ടോപ്സ്, കുർത്തീസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ യൂസ് ചെയ്യാത്ത ഐറ്റംസ് ആയിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് നല്ല കോട്ടൺ സാരീസൊക്കെ ഉണ്ടായിരുന്നു, ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും മേടിച്ച് നമുക്കതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് സാരി എടുക്കുന്ന ആൾക്കാരല്ലല്ലോ. പക്ഷേ സ്ഥിരമായിട്ട് സാരി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല കളക്ഷനായിരുന്നു കേട്ടോ. കുർത്തീസ് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അതുപോലെ പല പല മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻകാരി, നോർത്ത് ഇന്ത്യൻ, കാശ്മീരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഐറ്റംസ്. അതേപോലെ ഇയറിങ്സ്, ഫാൻസി ഐറ്റംസ്, നൈറ്റി, ചപ്പൽസ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ. പിന്നെ നമ്മൾ വീട്ടിലും ഷോപ്സിലൊക്കെ വെക്കുന്ന മാതിരി, നമ്മളുടെ ഓഫീസിലൊക്കെ വെക്കുന്ന മാതിരി ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു. ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോനൊരു ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവനൊരു കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാറ് വാങ്ങിച്ചു കൊടുത്തേ. അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഞാൻ വാങ്ങിച്ചത് പിക്കിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഫുഡല്ലേ മെയിൻ. അപ്പം പിക്കിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ.